സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് SCERT ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. പ്രധാനപ്പെട്ട 200 ചോദ്യങ്ങളാണ് ക്ലാസ്സിലുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര്? അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരാണ് അഗ്നിച്ചിറകുകൾ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഡാഷ്. എന്താണ്? ദളിത്. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ്. പുണൈ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? സാവിത്രിബായ് ഫുലെ പുണൈ യൂണിവേഴ്സിറ്റി എന്നാണ് പുണൈ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത്. സാവിത്രിബായ് ഫുലെ പുണൈ യൂണിവേഴ്സിറ്റി. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ഡോക്ടർ A അയ്യപ്പൻ ജനിച്ച വർഷം? ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. ഡോക്ടർ A അയ്യപ്പൻ ജനിച്ച വർഷം 1905 1905 ഫെബ്രുവരി 5 തൃശ്ശൂരിൽ പവറട്ടിയിലാണ് ഡോക്ടർ A അയ്യപ്പൻ ജനിച്ചത്. 1905 ഫെബ്രുവരി 5 തൃശ്ശൂരിൽ പവറട്ടി. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് 2020 നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മ ഏത് വർഷമാണ്? 2020. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ കൃതിയാണ്? നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത? വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ? EK ജാനകിയമ്മാളാണ്. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകിയമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ? EK ജാനകിയമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് EK ജാനകിയമ്മാൾ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം? പാരാലിമ്പിക്സ് ആണ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം? 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. 1948. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 14. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 15. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ,
തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? എപ്പിഗ്രാഫി എന്നാണ്. എപ്പിഗ്രാഫി എന്താണ്? ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ല. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല? വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സിനഗോഗ് എറണാകുളം ജില്ലയിലാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നത് ആര്? കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവൻ കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ. ഫത്ഹുൽ മുബീൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ അറബി കാവ്യം രചിച്ചത്? ഫത്ഹുൽ മുബീൻ രചിച്ചത് ഗാസി മുഹമ്മദ് ആണ്. ഗാസി മുഹമ്മദ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ചുകാരാണ്. ഡച്ചുകാർ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്? കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആര്? ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭുവാണ് ഇങ്ങനെ പറഞ്ഞത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഏത് വർഷമാണ്? 1864. 1864. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856. 1856. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി എവിടെയാണ്? ബോംബെയിലാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട്. ആര്യസമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ.
അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം. തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തിയോസഫിക്കൽ സൊസൈറ്റി അനി ബസന്റ്. അനി ബസന്റ്. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആരാണ്? ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? സത്യശോധക് സമാജം ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക നേതൃത്വം കൊടുത്തത് ആരെല്ലാം? അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്? ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ ആണ്. ഫർദുർജി മർസ്ബാൻ. പത്രത്തിന്റെ പേര് ബോംബെ സമാചാർ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത്? കേസരി, മറാത്ത. ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ? ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ? വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് അനി ബസന്റ് ആണ്. അനി ബസന്റ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? യങ് ഇന്ത്യ, ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്? അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്? വന്ദേ മാതരം ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. സമ്പദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? സമ്പദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളാണ് ഇവ. രാജാറാം മോഹൻ റോയ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിൽ ആക്കിയത് ലിട്ടൺ പ്രഭുവാണ്. 1878 1878 ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകൾ? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ഇത് ആരുടെ വാക്കുകൾ ആണ്? കേശബ് ചന്ദ്രസെൻ. കേശബ് ചന്ദ്രസെന്റെ വാക്കുകളാണ് ഇവ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ഇത് ആരുടെ വാക്കുകളാണ്? കേശബ് ചന്ദ്രസെനിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്നത് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്.
1884 പുനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? 1884 പുനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ആരൊക്കെയാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ബംഗാൾ വിഭജനം നടന്ന വർഷം. ബംഗാൾ വിഭജനം നടന്നത് 1905 ആണ്. 1905. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. മഹാരാഷ്ട്രയില് 1916. DK കാർവെ മഹാരാഷ്ട്രയിലാണ് സ്ഥാപിച്ചത് 1916. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആര്? എവിടെയാണ്? അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ്. ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നയി താലിം. പദ്ധതിയുടെ പേര് നയി താലിം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളില് കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം. ആനന്ദമഠം എന്നത് എന്താണ്? നോവലാണ്. രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. വർഷം ഓർത്തു വെക്കണം, 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. മാഡം ബിക്കാജി കാമ 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ. വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആരാണ്? വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി. സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് പ്രേംചന്ദാണ്. ഏതൊക്കെയാണ് കൃതികൾ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ രചിച്ചത് പ്രേംചന്ദ്. തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഉർദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത്. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചതാരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ?
ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെതാണ്. നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് ആര്? അമൃത ഷെർഗിലാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരന്തങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃത ഷെർഗിൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ സന്ധി ഏത്? മലബാർ. ശ്രീരംഗപട്ടണം സന്ധിയാണ്. ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയാക്കിയ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് 1792 ആണ്. 1792. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് 18ാം നൂറ്റാണ്ടോടെയാണ്. 18ാം നൂറ്റാണ്ട്. കേരള സിംഹം എന്നറിയപ്പെട്ടത്? കേരള സിംഹം പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ. പഴശ്ശിരാജയാണ്. പഴശ്ശിരാജ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത്? കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം 1809 ജനുവരി 11. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്ന വർഷം 1861. കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നത് 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത. ബേപ്പൂർ മുതൽ തിരൂർ വരെ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ? മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം? മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് 1929. 1929. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്? ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് 1865. 1865. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? കൊച്ചിയിൽ 1914. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാരനായ കൊനേലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം? കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി 1859. 1859.
1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴ. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ അഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിൽ ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത്? മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രി. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറാണ്. തിരുവിതാംകൂർ. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത് തിരുവിതാംകൂർ. കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല? ചർച്ച് മിഷൻ കൊച്ചി, തിരുവിതാംകൂർ. കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലായിരുന്നു ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല? മലബാർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായാണ്? അച്ചടി യൂറോപ്യന്മാരുടേതാണ്. യൂറോപ്യന്മാർ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായ്. ഗൗരി പാർവതി ബായ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. സമത്വ സമാജം സ്ഥാപിച്ചത്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്? സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ. അരയ സമാജം സ്ഥാപിച്ചത്? അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്? നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്? വി ടി ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ. ചാന്നാർ കലാപം നടന്ന വർഷം? ചാന്നാർ കലാപം നടന്നത് ഏത് വർഷമാണ്? 1859. 1859 ചാന്നാർ കലാപം നടന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. 1888. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. അരുവിപ്പുറം ക്ഷേത്രം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും
സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത്? സഞ്ചാര സ്വാതന്ത്ര്യം. വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച സവർണ ജാഥ സംഘടിപ്പിച്ചത്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് എ കെ ഗോപാലൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ക്ഷേത്രപ്രവേശന വിളംബരം 1936. 1936 നവംബർ 12. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. മലബാർ കലാപം നടന്ന വർഷം? മലബാർ കലാപം 1921. 1921. 1930 പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പയ്യന്നൂരില് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഗാന്ധിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1891. 1891. ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. 1896. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം? നിവർത്തന പ്രക്ഷോഭം 1932. 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദിത്ത ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് പട്ടം താണുപിള്ള. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം 1946. 1946. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത? മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. മലബാറിൽ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്
അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവ. തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. വർഷം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത്. അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. ടി പ്രകാശം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർത്തത്? കേരളത്തിനോട് കൂട്ടിച്ചേർത്തത് കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നീ താലൂക്കുകളാണ്. കാസർഗോഡ്, ഹോസ്ദുർഗ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? ഏകദേശം 63%. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം 1757 1757. അടുത്ത ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽ വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാറാണ്. ഏത് വ്യവസ്ഥയിലാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ. മഹൽ വാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുത്തിരുന്നത് ഗ്രാമത്തലവന്മാരാണ്. മഹൽ വാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം 1859. ബംഗാളില് കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1859. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് കനോലി. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് കനോലി. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. എവിടെയൊക്കെയാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു, കാനു എന്നിവരാണ്.
സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2002 2002 സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം 1812 1812. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഈ പോയിന്റ്സ് മസ്റ്റായിട്ട് നോക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കാൻ തന്നെ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതാണ് കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. രാമനമ്പി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബറാണ്. TH ബേബർ. എങ്ങനെയാണ്? ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ഇങ്ങനെ കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. മീററ്റിലെ ശിപ്പായിമാരാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് കാൺപൂർ നാനാ സാഹിബ് താത്യാ തോപ്പി എന്നിവർ. നാനാ സാഹിബ് താത്യാ തോപ്പി കാൺപൂർ. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയായിരുന്നു? 72 പ്രതിനിധികളാണ് 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ. എത്ര പേരാണ്? 72 പേര്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തന്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ച പുസ്തകം ഏതാണ്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ബംഗാൾ. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്,
ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്, കപ്പലോട്ടിയ തമിഴൻ BO ചിദംബരം പിള്ള. BO ചിദംബരം പിള്ള. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് BO ചിദംബരം പിള്ളയാണ്. PSSCRTയിൽ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക, നോട്ട് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യമുണ്ടാകും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്